മഹിയേട്ടാ, ദാ കോഫി. അവൾ അവന് നേരെ കോഫി നീട്ടിയതും അവൻ അത് വാങ്ങി ചുണ്ടോട് ചേർത്തു. ഡോ, താനിന്ന് ഹോസ്പിറ്റൽ പോകുന്നുണ്ടോ? ആ, പോണം മഹിയേട്ടാ. ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഒന്ന് ഓടിപ്പോയിട്ട് വരാം. അപ്പോഴേക്ക് മഹിയേട്ടനൊന്ന് ഉറങ്ങി എണീക്കും. എടോ, ഞാൻ കൊച്ചു കുട്ടിയൊന്നും അല്ലടോ ഇങ്ങനെ പരിചരിക്കാൻ. അവൻ പുഞ്ചിരിയോടെ പറഞ്ഞുവെങ്കിലും അവൻ്റെ മനസ്സ് അത് കൊതിക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. അവളൊന്ന് ചിരിച്ചു. എനിക്കറിയാം ഞാൻ ഇവിടുന്ന് പോയാൽ ഇപ്പം തന്നെ ലാപ്പെടുത്ത് വർക്ക് തുടങ്ങുമെന്ന്. അതുകൊണ്ടാണല്ലോ ഞാൻ പോക്ക് ഉച്ചയ്ക്കാക്കിയത് തന്നെ. അവൻ ചിരിയോടെ തന്നെ ഇരുന്നു. അല്ലടോ, എന്തായിരുന്നു അവിടെ ആകെ ഒച്ചയും ബഹളവും കേട്ടത്? അയ്യോ മഹിയേട്ടാ, അമ്മ. അവളൊന്ന് നിർത്തി. മഹിയേട്ടൻ്റെ അമ്മ ഒന്ന് വീണു. പിടിക്കാൻ ചെന്നവരെ വഴക്കും പറഞ്ഞു. അതാ. ആ, ബെസ്റ്റ്. അവരെ മനുഷ്യന്മാരാരെങ്കിലും സഹായിക്കാൻ ചെല്ലുമോ എൻ്റെ ചന്തു? വല്ലാത്തൊരു പ്രകൃതമാണ് അവരുടേത്. എൻ്റെ അച്ഛനുള്ളപ്പോൾ ആ പാവം ഒരുപാട് സഹിച്ചിട്ടുണ്ട്. സഹിച്ചും ക്ഷമിച്ചും വാശിയോടെ ഉണ്ടാക്കിയതാ ഇന്നീ കാണുന്ന സ്വത്തൊക്കെ. അവർക്ക് ഭർത്താവിനെയും മകനെയും കാളും ഇഷ്ടം അവരുടെ സഹോദരന്മാരെയും അവരുടെ ആൺമക്കളെയാ. അവന്മാരെ പോലെ ഉടായിപ്പുകൾ ഈ ലോകത്ത് തന്നെ കാണില്ല. അവരൊക്കെയും തിരിച്ചറിയുന്ന കാലത്തിനായ എൻ്റെ കാത്തിരിപ്പ്. അവൻ ബാൽക്കണിയിലേക്ക് നോക്കിയിരുന്നു. മഹിയേട്ടാ, ഓരോന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഞാൻ എന്തായാലും അമ്മയൊന്ന് വിളിക്കട്ടെ. ഇന്നലെ രാത്രി കാണാത്തത് എന്താണെന്ന് ടെൻഷനായിട്ടിരിക്കുകയായിരിക്കും. പിന്നെ ഇന്ന് പവിമോളെ കാണാൻ കയറും. അതിനു മുന്നേ എനിക്കങ്ങ് ചെല്ലണം. അവളുടെ സ്വരത്തിൽ തന്നെ അവരോടൊക്കെയുള്ള സ്നേഹം അവൻ തിരിച്ചറിഞ്ഞു. അതിലൊരു ലേശം കുശുമ്പ് തോന്നാതെയും ഇരുന്നില്ല. അവൾ ഫോണും എടുത്ത് ബാൽക്കണിയിലേക്ക് ഇറങ്ങിയതും അവൻ്റെ കണ്ണുകൾ അവളുടെ പിന്നാലെ തന്നെ പോയി. ആ സമയം റിസോർട്ടിൽ കുളി കഴിഞ്ഞ പാറു ശരത്തിനുള്ള ഫുഡും കൊണ്ട് അവൻ്റെ റൂമിലേക്ക് പോവുകയാണ്. അവളുടെ ഉദ്ദേശം വേറെയാണ്, അത് വഴിയേ പറയാം. അവൾ ചെല്ലുമ്പോൾ കമിഴ്ന്ന് കിടക്കുന്ന ശരത്തിനെയാണ് അവൾ കാണുന്നത്. അവൾ ഫുഡ് ടേബിളിൽ വെച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു. കിച്ച, ഇതെന്താ ഡോറും തുറന്നിട്ട് ഇങ്ങനെ ഒരു ഉറക്കം? അവൻ പെട്ടെന്ന് തിരിഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് നെഞ്ചിലേക്കിട്ടതും ഒരുമിച്ചായിരുന്നു. അവൻ്റെ മുഖം വല്ലാതിരിക്കുന്നുണ്ട്. അവൾ അത് ശ്രദ്ധിച്ചു. കിച്ച, എന്താ? എന്ത്? ഒന്നുമില്ല പെണ്ണേ. അവൻ ചിരിക്കാൻ ശ്രമിച്ചു. അല്ല, എന്തോ ഉണ്ട്. എനിക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ ഇത്. അവൾ അവൻ്റെ നുണക്കുഴി കവളിൽ വിരൽ കൊണ്ടു കുത്തി. അവൻ പെട്ടെന്ന് അവളെ ഇറുക പുണർന്നു. അവളെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന പോലെ. അവൻ്റെ ആ പിടുത്തത്തിൽ അവൾക്ക് ശ്വാസം മുട്ടിപ്പോയി. പക്ഷെ കുറുകുന്ന പ്രാവ് പോൽ അവൾ അവനിൽ പതുങ്ങി. നിമിഷങ്ങൾ കഴിഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി. കിച്ച. അവൻ്റെ മുഖം കയ്യിലെടുത്തു. അവൻ്റെ കണ്ണുകളിൽ മാറി മാറി നോക്കി. ഹാപ്പി ബർത്ത്ഡേ കിച്ച. അവൻ്റെ മിഴികൾ വിടർന്നു. പാറുസേ, നീ ഇതെങ്ങനെ? സത്യത്തിൽ ഞാൻ തന്നെ മറന്നുപോയി. എൻ്റെ കിച്ചൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഇതുവരെ മറന്നിട്ടുണ്ടോ? അതില്ല. പക്ഷേ അപ്പോൾ ഈ വിഷസ് മാത്രമേ ഉള്ളോ? അതോ? കള്ളച്ചിരിയോടെ അവൻ മീശ പിരിച്ചു. അവളുടെ മുഖം ചുവന്നു. അല്ല, വിഷസ് മാത്രമല്ല, നല്ലൊരു ഗിഫ്റ്റ് ഞാൻ തരുന്നുണ്ട്. അവൻ അവളുടെ കണ്ണുകളിൽ സൂക്ഷിച്ചു നോക്കി. എനിക്ക് ഗിഫ്റ്റൊന്നും വേണ്ട പാറൂസേ. അയ്യോ, അതെന്താ? ഗിഫ്റ്റ് വേണ്ടെങ്കിൽ പിന്നെ വേറെന്താ എൻ്റെ കിച്ചന് വേണ്ടത്? എനിക്ക് വേണ്ടത് ചോദിച്ചാൽ എൻ്റെ പാറൂസ് തരുമോ? അവൻ്റെ കണ്ണിൽ അവൾ കണ്ടു അവന് വേണ്ടത് എന്താണെന്ന്. അവളൊന്നും ആലോചിച്ചില്ല. അവൻ്റെ മുഖം കയ്യിലെടുത്തു. അവൻ്റെ ചുണ്ടിലേക്ക് ചേക്കേറി. അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത നീക്കമായിരുന്നു അവളുടേത്. അതുകൊണ്ട് തന്നെ അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. കൊച്ചവൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് അറിഞ്ഞങ്ങ് സന്തോഷിപ്പിക്കുക. കിച്ചനാണേ ആകെപ്പാടെ ഒരു പരവേശം. അവളുടെ പെർഫോമൻസ് കാരണം ചെക്കൻ്റെ കൺട്രോൾ പോയെന്ന് വേണം പറയാൻ. അമ്മാതിരിയായിരുന്നു അവളുടെ ഫ്രഞ്ച്. അവൾ ക്ഷീണിച്ച് നിർത്തിയതും ചെക്കൻ അതങ്ങ് ഏറ്റെടുത്തു. പിന്നെ പറയണോ, അതൊരൊന്നൊന്നര ഫ്രഞ്ചായി മാറി. ഇപ്പതേ പാറൂസിൻ്റെ കണ്ണ് തള്ളി തുടങ്ങി. ഒരിറ്റ ശ്വാസത്തിനു വേണ്ടി അവൾ അവനെ പിച്ചാനും മാന്താനും തുടങ്ങി. എന്നിട്ടും അവനുണ്ടോ ഇത് വല്ലതും അറിയുന്നു? അവൻ ലയിച്ചു പോയി സുഹൃത്തുക്കളെ,
ലയിച്ചു പോയി. അവസാനം കൊച്ചൊന്നും നോക്കിയില്ല, കൊടുത്തില്ലേ നാവിനിട്ട് ഒരടാറ് കടി. ചെക്കൻ്റെ കണ്ണിൽ കൂടി പൊന്നീച്ച പറന്നു. അവളുടെ പിടച്ചിൽ കണ്ടപ്പോഴാ ചെക്കന് ബോധം വീണത്. അയ്യോടെ പാറുസേ, സോറി. നെഞ്ചോട് അടക്കി പിടിച്ച് പുറത്ത് തടവിക്കൊണ്ട് ചെക്കൻ്റെ ഒരു മാപ്പ് പറച്ചിൽ. മാപ്പ്? കോപ്പ്! ഇപ്പം പെണ്ണ് ചത്തേനെ. ആര് സമാധാനം പറയും? ഞാൻ പറയില്ല. നിവേദിത എന്ന നിവി പറയും. ഓളാ ഇതെഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത്. അപ്പം ഞാൻ തെറ്റുകാരിയാണോ പിള്ളേരെ? നിങ്ങൾ പറയുന്നേ, കേൾക്കട്ടെ. അതൊക്കെ പോട്ടെ. പാറൂസിൻ്റെ ഗതി നോർമലായതും മുഖം കൂർപ്പിച്ച് പിടിച്ചുകൊണ്ട് അവനെ രൂക്ഷമായി നോക്കുകയാണ്. പാവം, അവൻ നന്നായി അങ്ങിളിച്ചു. എൻ്റെ കിച്ച, ഞാനിപ്പോൾ സ്വർഗം കണ്ടേനെ. ഇങ്ങനെയുണ്ടോ ഒരു ഉമ്മപ്രാന്ത്? 32 പല്ലും കാട്ടി ചെക്കൻ്റെ ഇളി. അത് പാറൂസേ, ഓർക്കാപ്പുറത്ത് കിട്ടിയ ഗോൾഡൻ ചാൻസിൽ ഞാനങ്ങ് മുങ്ങിപ്പോയി. ഞാൻ അറിഞ്ഞോ എൻ്റെ പെണ്ണിന് കപ്പാസിറ്റി തീരെയില്ലെന്ന്? അവനെ നോക്കി അവൾ കണ്ണുരുട്ടി. അത് കൊള്ളാലോടാ കിച്ച, എനിക്ക് കപ്പാസിറ്റി ഇല്ലല്ലേ? അല്ലാതെ എൻ്റെ പൊന്നുമോൻ്റെ ആക്രാന്തമല്ല കാരണം. കൊള്ളാം. ഈ പോക്ക് പോയാ ഞാൻ അധിക കാലമൊന്നും ഒപ്പം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അവളത് പറഞ്ഞതും അവൻ്റെ മുഖം മാറി. അത് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല കിച്ച. ഇമ്മാതിരിയാണ് ഒരു കിസ്സെങ്കിൽ എൻ്റെ ശരീരം ഇവിടെ ഉണ്ടാകും, ഉയരങ്ങ് മേലോട്ട് പോകും എന്ന് പറഞ്ഞതാ. അവൻ അവളുടെ അരയിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു. എൻ്റെ നെഞ്ചിലെ ചൂടും പ്രണയവും വിട്ട് നീ എവിടെ പോകാനാ പാറൂട്ടാ? നാട്ടിൽ ചെന്നുടനെ കുറച്ച് കാര്യങ്ങൾ നിന്നെ പഠിപ്പിക്കണം. അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി കാര്യം. എന്ത് കാര്യമാക്കിച്ച? അതൊക്കെയുണ്ട്. ഷോ, പറയുന്നേ. നിന്നെ എടുത്ത് പുഴയിലേക്കിടും, എന്നിട്ട് വെള്ളത്തിൽ മുക്കി പിടിക്കും. ശ്വാസം പിടിച്ചു നിർത്താൻ പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാ. ഉവ്വ, ഞാൻ പുഴയിൽ. എന്നിട്ട് മതി. പുഴ കാണുന്നതേ എനിക്ക് പേടിയാ. അപ്പോഴാ വെള്ളത്തിൽ മുങ്ങി നിന്ന് പഠിക്കുന്നത്. നടപ്പുള്ള കാര്യം വല്ലതും പറയിക്കിച്ച. എന്നാ നടപ്പുള്ളൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ? പറയുവല്ല, പ്രവർത്തിച്ച് കാണിക്കാം. പറച്ചിലിനൊപ്പം അവൻ അവളുമായി ഒന്ന് മറിഞ്ഞു. അവളുടെ മുകളിലായി വന്നുകൊണ്ട് പിടച്ച മിഴികൾ നാട്ടി അവളുടെ കണ്ഠത്തിലൂടെ ഉമിനീർ ഒഴുകിയിറങ്ങുന്നത് വല്ലാത്തൊരു ഭാവത്തിൽ നോക്കി നിന്നു. ചെക്കൻ്റെ കൺട്രോൾ പോയിട്ടാ. അവൻ പൊടുന്നനെ ആ തൊണ്ടക്കുഴിയിൽ മുഖം അമർത്തി വച്ചു. കിച്ച. അവളുടെ വിരലുകൾ അവൻ്റെ തലമുടിയിൽ പിടിമുറുക്കി. ചെക്കൻ്റെ ചുണ്ടുകൾ ഇടതടവില്ലാതെ പതിക്കുമ്പോൾ അവളുടെ ശ്വാസഗതി ഉയർന്നു തുടങ്ങി. അപ്പം അവൻ്റെ നെഞ്ചിൽ തട്ടിയ ആ മൃദുസ്പർശം. കുറച്ചായി അതൊന്ന് കാണാൻ അവൻ കൊതിക്കുന്നു. മെല്ലെ മുഖമിഴച്ചുകൊണ്ട് കഴുത്തിന് സൈഡിൽ ഒരു കുഞ്ഞു കടിയും കൊടുത്തുകൊണ്ട് നുണഞ്ഞുകൊണ്ട് അവൻ ഷോൾഡറിലേക്ക് പോയി. അവിടെയും കടിച്ചു നുണഞ്ഞുകൊണ്ട് അവൻ അങ്ങനെ ഇരുന്നു. അവളുടെ വിരലുകൾ തണുത്തു തുടങ്ങി. ശ്വാസം വളരെ വേഗത്തിലാണ് പുറത്തേക്ക് വിടുന്നത്. അവൻ്റെ മുഖം കാതിലെത്തിയതും രോമങ്ങളൊക്കെ എണീറ്റ് നിന്നു. അതോടെ അവളുടെ കൈപ്പിടിയുടെ മുറുക്കവും കൂടി. കവിളിൽ മെല്ലെയൊന്ന് കടിച്ചുകൊണ്ട് അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി. ആ പിടപ്പ് അതവൻ നന്നായി ആസ്വദിച്ചു. എനിക്കൊരാഗ്രഹം കൂടിയുണ്ട്. ആ കണ്ണുകളിൽ തന്നെ ആകെ ഒരു വശപ്പിശക്. അവൾ ശ്വാസമൊന്നാഞ്ഞു വലിച്ചു. ഒരു ഊഹം തോന്നിയെങ്കിലും അത് തന്നെയാണോന്ന് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ അവൾ പുരികമുയർത്തി. അവൻ കള്ളച്ചിരിയോടെ മീശ പിരിച്ച് നെറ്റി മുതൽ താഴേക്ക് മൂക്കുകൊണ്ട് വരച്ചിറങ്ങി. കഴുത്തിൽ അമർത്തി ഉമ്മ വെച്ചുകൊണ്ട് താഴേക്ക് പോയതും നെഞ്ചിടിപ്പ് വർദ്ധിച്ചു തുടങ്ങി. ഡ്രസ്സിന് മുകളിലൂടെ നെഞ്ചിൽ മുഖമമർത്തിയതും അവൾ വിറച്ചുപോയി. കിച്ച. നേരിയൊരു വിറയലോടെ അവൾ വിളിച്ചതും അവൻ കള്ളച്ചിരിയോടെ തല ഉയർത്തി. എൻ്റെ പൊന്നു പാറൂസേ, ഇങ്ങനെ വിറയ്ക്കാൻ മാത്രം എന്താ ഇപ്പോൾ ഉണ്ടായേ? കിച്ചൻ്റെ ആഗ്രഹങ്ങളുടെ 4/1 പോലും ഇതുവരെ കിച്ചൻ പ്രകടിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങിയ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ തുടങ്ങുമ്പോൾ നീ പാടുപെടുമല്ലോ പെണ്ണെ. അവളുടെ മുഖം ചുവന്നുപോയി. സാരമില്ല, കിച്ചൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചോളാം. എൻ്റെ പാറൂട്ടനെ തളർത്തില്ല കേട്ടോ. പറയുന്നതിനൊപ്പം കൈകൾ കൊണ്ട് തഴുകിയതും ഞടുങ്ങലോടെ അവൾ മിഴിച്ചു നോക്കി. അവൻ്റെ ആ കള്ളച്ചിരി, അതാണ് അവളെ തളർത്തുന്നത്. പാറൂസേ,
അവൻ കഴുത്തിൽ മുഖം അമർത്തിക്കിടന്നു. എടാ, ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ എൻ്റേതാണെന്ന് എനിക്ക് ബോധ്യമുള്ളോണ്ടാ. എനിക്ക് നിന്നെ എന്തുമാത്രം ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ. കിച്ചൻ്റെ പ്രണയം ഇങ്ങനെയാണ്. എൻ്റെ പാറൂസിനെ കാണുമ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു. രാവിലെ തന്നെ എനിക്ക് നിന്നെ കാണാൻ തോന്നി. ഡോർ തുറന്നിട്ട് എൻ്റെ പെണ്ണിൻ്റെ വരവിനായി കാത്തു. എടാ, പവി നാളെ ഡിസ്ചാർജ് ആകും. അവളെ നന്നായി ശ്രദ്ധിക്കണം. വീടൊക്കെ ഒന്ന് അടിച്ചു വാരണം. അമ്മ വിളിച്ചു. ഞാനിന്നങ്ങ് ചെല്ലാൻ പറഞ്ഞു. മോളെ തൽക്കാലം നമ്മുടെ വീട്ടിൽ നിർത്താമെന്നാ അമ്മ പറയുന്നേ. അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. പക്ഷേ എനിക്ക് നിന്നെ കാണാതെ പറ്റില്ലടാ. നിനക്കറിയാലോ, നിന്റെ മുഖമാണ് എനിക്ക് കണി. അതില്ലേ ഞാനില്ല പെണ്ണേ. കുഞ്ഞിലെ മുതൽ ഞാൻ കാണുന്ന ഈ മുഖം ഒരു ദിവസം പോലും കാണാതെ എനിക്ക് പറ്റില്ല. ശ്വാസം മുട്ടി ചത്തുപോകും ഞാൻ. നിന്നെ കൂടെ കൂട്ടാനും നിവർത്തിയില്ലല്ലോ. അവൻ്റെ സ്വരത്തിൽ വേദന നിറഞ്ഞു. കിച്ച, ഞാൻ സാരമില്ലടാ. ഞാൻ പോയിട്ട് എല്ലാം സെറ്റാക്കി കാത്തിരിക്കാം. വേഗം അങ്ങ് വന്നാൽ മാത്രം മതി. അവളുടെ കാതിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞതും നിറഞ്ഞ കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് അവൾ അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം മംഗലത്ത് തറവാട്ടിൽ. മഹിയേട്ടാ, ദാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് കഴിച്ചാലോ? അവൾ അവനെ നോക്കി ചിരിയോടെ ദോശയിലേക്ക് ചൂട് സാമ്പാർ പകർന്നു. ഒരൽപ്പം മുറിച്ച് അവൻ്റെ നേരെ നീട്ടി. എടോ, ഞാൻ കഴിക്കാം. ആ, അതല്ലേ തന്നത്, കഴിച്ചോ? അവളുടെ നിറഞ്ഞ ചിരി. മഹി മെല്ലെ വായ തുറന്നു. അവളുടെ വിരൽ ചുണ്ടിൽ സ്പർശിച്ചു. അവൻ പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ അവൾ കൊടുത്ത ദോശ മുഴുവൻ കഴിച്ചു. കോഫിയും കൊടുത്ത് ടാബും കൊടുത്തിട്ടാണ് അവൾ താഴേക്ക് പോയത്. അവൾ കിച്ചണിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ദേവും ദത്തും പുറത്തേക്ക് പോകാൻ റെഡിയായിട്ട് ഇറങ്ങി വരുന്നത്. അവളെ കണ്ടതും ദത്തിൻ്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി. ഡാ, എന്തൊരു ലുക്കാ അല്ലേടാ, കടിച്ചെടുക്കാൻ തോന്നിപ്പോകും. അവളുടെ കാതിൽ വീഴാൻ മനഃപൂർവ്വം അവൻ പറഞ്ഞു. ദേവ് ഒന്ന് ചിരിച്ചു. എടാ ദേവാ, നിനക്കിതിൽ ഇൻട്രസ്റ്റ് ഒന്നുമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അതുകൂടി ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഇന്നലെ കിട്ടിയത് ഇത്രയും പെട്ടെന്ന് മറന്നോ നീ? ദേവുവിൻ്റെ സ്വരം കേട്ടതും ദത്തിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. കാര്യമറിയാതെ ചന്തു അവളെ നോക്കി. ഏട്ടത്തി, ഇവന് മഹിയേട്ടൻ നല്ലൊരു വിരുന്ന് കൊടുത്തിരുന്നു. പുച്ഛത്തോടെ ദേവു അത് പറയുമ്പോൾ ചന്തുവിൻ്റെ മിഴികൾ ചുരുങ്ങി. സംശയിക്കണ്ട, ഞാൻ തന്നെയാ മഹിയേട്ടനോട് പറഞ്ഞത്. കൂടെ പിറന്നവന് അമ്മയെയും സഹോദരിയെയും ഏട്ടൻ്റെ ഭാര്യയെയും തിരിച്ചറിയാതെ വരുമ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണ്ടേ? എടീ, നീ പോടാ. ഇനിയും നീ ഏട്ടത്തിയോട് മോശമായ രീതിയിൽ ഇടപെട്ടാ നിനക്ക് ഞാൻ പണി തരും. അതൊരൊന്നൊന്നര പണിയായിരിക്കും. വാ ഏട്ടത്തി. ചന്തുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ വേഗം കിച്ചണിലേക്ക് നടന്നു. ദേവ്, എനിക്കവളെ വേണോടാ. ഒരു പെണ്ണ് കാരണം ഇത്രയും അപമാനം ഇതാദ്യമാ. അതിനൊരു തിരിച്ചടി കൊടുക്കണം. ദത്തിൻ്റെ മിഴികളിൽ ക്രൂരത നിറഞ്ഞു. നിന്റെ കൂടെ എന്തിനും ഞാനുണ്ടടാ, നീ വാ. ഇന്ന് കാണാന്ന് പറഞ്ഞ ആളെ പോയി കണ്ടില്ലേ, നമുക്കാ തട്ടുകേട്. എടാ, വിശ്വസിക്കാവോ? പിന്നെ അർജുൻ പറഞ്ഞ ആളല്ലേ, നമ്മുടെ തലവര മാറുമെന്നാ അവൻ പറയുന്നത്. ആ, അത് നല്ലതിനാണേ കൊള്ളാം. ദത്ത് അത്ര വിശ്വാസമില്ലാത്ത പോലെ സംസാരിച്ചു. എടാ, ആദ്യം വേണ്ടത് വിശ്വാസമാണ്. അയാളൊരു പ്രത്യേക സ്വഭാവമുള്ളവനാണ്. നോക്കിയും കണ്ടും നിന്ന ഗുണമേ ഉണ്ടാകൂ. ഇല്ലേ, ചിലപ്പോൾ കഴുത്തിന് മുകളിൽ തല തന്നെ കാണില്ല. ഓ, അത്രയും ഭീകരനാണോ? ദത്ത് പുച്ഛിച്ചു. ആർക്കറിയാം, അർജുൻ ബിൽഡപ്പ് കൊടുത്തോ എന്ന് സംശയമില്ലാതില്ല. അവർ സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. മൊബൈൽ റിങ് ചെയ്തതും മഹി അതെടുത്തു. ഡിസ്പ്ലേ കണ്ടതും അവൻ്റെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. ഡാ മച്ചു. എടാ, നിനക്കെന്താ പറ്റിയത്? മറു സൈഡിൽ ഗൗരവം നിറഞ്ഞ ശബ്ദം. ഓ, ഒന്നുമില്ലടാ ചെകുത്താനെ. അപ്പോഴേക്ക് വിവരം നിന്റെ കാതിലെത്തിയോ? മഹി, കളിക്കാതെ കാര്യം പറ. ആരാ നിന്നെ തൊട്ടത്? എടാ, ഒന്നുമില്ലടാ, ചില ലോക്കൽ ടീംസാണ്. വെറുതെ ഒന്ന് ഉടക്കാൻ വന്നതാ. നിനക്കെന്നെ അറിയില്ലേ? പറപ്പിച്ചില്ലേ അവന്മാരെ ഞാൻ. എന്തായാലും ഇന്നത്തെ ഫ്ലൈറ്റ് ഞാൻ പിടിച്ചു. വന്നിട്ടാകാം ബാക്കി. നീ വരുന്നുണ്ടോ? ഒറ്റയ്ക്കാണോടാ? അല്ല,
ഫാമിലി ഉണ്ട്. പിന്നെ നിന്റെ ചങ്ക് ബ്രോയും അല്ലേടാ ചെകുത്താനെ. പോടാ, അപ്പോൾ എത്തിയിട്ട് കാണാം. ശരിയടാ. ഫോൺ വെച്ച മഹി പുഞ്ചിരി തൂകിയിരിക്കുന്നത് കണ്ടാണ് ചന്തു കയറി വന്നത്. ഒപ്പിക്കാനുള്ളത് മുഴുവൻ ഒപ്പിച്ചിട്ട് ഒന്നും അറിയാത്ത പാവത്തെ പോലെ ഇരിക്കുന്ന കണ്ടില്ലേ കള്ളൻ, ചന്തു മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു. ഡോ, ഞാൻ തന്നെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. എന്താ മഹിയേട്ടാ, എന്തേലും വേണോ? അതല്ലടോ, എൻ്റെ ചങ്ക് വരുന്നുണ്ട് എന്നെ കാണാൻ. അവൻ്റെ കണ്ണുകളിലെ തിളക്കം കണ്ടതും അവൾക്ക് മനസ്സിലായി ആ വരുന്നവൻ മഹിക്ക് എത്ര പ്രിയപ്പെട്ടവനാണെന്ന്. ആരാ മഹിയേട്ടാ? കൂടെ പഠിച്ച ആരെങ്കിലും ആണോ? അറിയാനുള്ള ആകാംക്ഷയോടെ അവൾ ചോദിച്ചു. അല്ലടോ, എൻ്റെ ജീവനും ജീവിതവും എൻ്റെ ജീവനും ജീവിതവും തിരികെ തന്ന എൻ്റെ ചെകുത്താൻ, മുംബൈ ഡവിൾ അഗ്നിദേവ് റായ്ചന്ദ്.